കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണതിന് ശേഷം ഇന്നിപ്പോൾ 27 ദിവസമാകുന്നു. 28ാമത്തെ ദിവസമായി ഇന്ന്. 27 കറക്റ്റായിട്ട് 27ാമത്തെ ദിവസം അതിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കോട്ടയം ജില്ലാ കളക്ടർ അതിൻ്റെ വളരെ വളരെ സത്യസന്ധമായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഓരോ ആളുകളെ ചുമതലപ്പെടുത്തുന്ന ആളുകളൊക്കെ ഓരോ റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഓരോന്നും എല്ലായിടവും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നാരടുത്ത് ഒരു റിപ്പോർട്ട് അങ്ങ് കൊടുക്കണം, ഇത്രാം തീയതിക്കാകും കൊടുക്കണം. പിന്നെ ചിലപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനായിരിക്കും വെക്കുന്നത് കേട്ടോ. ഈ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറയും ഓരോ സംഭവങ്ങൾക്കും. ഈ റിപ്പോർട്ട് വരുന്ന ഒരൊറ്റ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നും കാണത്തില്ല, വെളിച്ചം കാണത്തില്ല. അത് എവിടെങ്കിലും പൊടി പിടിച്ച് ഇതിങ്ങനെ കിടക്കും ഈ റിപ്പോർട്ട്. അതിലെ എന്തെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അതിലുണ്ടെങ്കിൽ അതെന്തെങ്കിലും പാലിക്കുമോ? ഒന്നുമില്ല. ഈ നിർദ്ദേശങ്ങൾ എവിടെങ്കിലും നടപ്പാക്കി കണ്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് റിപ്പോർട്ടുകൾ. ഒന്നുമില്ല, ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാതെ നമ്മുടെ പണം ചിലവാക്കിക്കാനായിട്ട് ഉള്ള ഓരോ റിപ്പോർട്ടാണ്. അതങ്ങ് വെക്കും, ഒരു കമ്മീഷൻ അങ്ങോട്ട് വെക്കും. അപ്പം വേറെ പ്രത്യേകിച്ച് ജോലി ഇല്ലാതിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ജുഡീഷ്യൽ കമ്മീഷനാണെങ്കിൽ റിട്ടയർ ചെയ്ത് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ജഡ്ജിമാർ കാണും, അവരെ പിടിച്ചിട്ട് ഒരു കമ്മീഷൻ അങ്ങ് വെക്കും. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് വെളിച്ചം കാണുന്നില്ല എന്ന് മാത്രമല്ല, അതിലെ നിർദ്ദേശങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, കാരണം അത് കണ്ടല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ ഉണ്ടെങ്കിൽ അത് നടപ്പാക്കത്തുമില്ല. ഇത് നമ്മുടെയൊക്കെ പണം തുലയ്ക്കാനുള്ള ഒരു മാർഗം എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് വേറെ റിപ്പോർട്ട് കണ്ട്, റിപ്പോർട്ട് കണ്ടത് ഗോവിന്ദച്ചാമി ജയിൽ ചാടി എൻ്റെ റിപ്പോർട്ട് ജയിൽ DGPക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു. യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഈ ഗോവിന്ദച്ചാമിക്ക് അസാമാന്യ കഴിവുള്ളതായതുകൊണ്ട് പറന്ന് മതിലിൻ്റെ മുകളിൽ കൂടെ ഇനി വീണുപോയതാണ്. അവന് എവിടെ ആയാലും പറക്കും, അത്രയും കഴിവുള്ളവനാണ്. ഇതാണ് ആ റിപ്പോർട്ട് എന്ന് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പറഞ്ഞ, കാരണം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ കണ്ടത്. ഇനി അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. ബിന്ദു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ, അവർ ഒരുപാട് കഷ്ടപ്പെട്ട് കൂലിവേലയും ചെയ്ത് അതുമൊക്കെ ചെയ്തും ഒക്കെ ആണ് ആ കുടുംബം പുലർത്തി 2 കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഭർത്താവ് വയ്യാതിരിക്കുന്ന ആളാണ്, എന്നാലും അയാളെ ഇടയ്ക്കിടയ്ക്ക് ജോലിക്ക് പോകുന്നുണ്ട്. അവർ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് അതിനടിയിലായി മരണപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു രക്ഷാപ്രവർത്തനം അത് വൈകിയതും മൂലവും കൂടാണ് അവർ മരണപ്പെടാനിടയായത്. എല്ലാവർക്കും അറിയാം. 2.5 മണിക്കൂർ നേരം അവർ ഈ മൺകൂമ്പാരത്തിനെയും ഈ കല്ലിൻ്റെ എല്ലാം ഇടയിൽ അടിയിൽ കിടക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. അങ്ങനെ അവർ മരിച്ചു പോയത് അങ്ങനെയാണ്. ഇല്ലെങ്കിൽ ആ പാവം ചിലപ്പോൾ ഇൻവാലിഡ് ആയെങ്കിലും ജീവിച്ചിരുന്നു പോയനെ കേട്ടോ. ചികിത്സയിലായിരുന്നെങ്കിൽ പോലും ജീവിച്ചിരുന്നു പോയനെ, ആ രീതിയിലായി ആയിപ്പോയനെ. പക്ഷേ അത് മരണപ്പെട്ടു. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്, അതായത് 7 ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്നൊരു അന്ത്യശാസനം ജില്ലാ കളക്ടർക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഈ കെട്ടിടം ഇടിഞ്ഞു വീണതിൻ്റെ കാര്യം അന്വേഷിക്കണ്ടേ? ജില്ലാ കളക്ടർക്ക് 7 ദിവസം കൊണ്ടങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ? എന്നാൽ ഏതെങ്കിലും ഉണ്ടല്ലോ ഒരു മേസൺ, അതായത് നമ്മൾ ഈ മേസ്തിരിപ്പണി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, കൽപ്പണി ചെയ്യുന്നത്, അവരെടുത്ത് വിളിച്ച് റിപ്പോർട്ട് കൊണ്ടുപോയി ഇതിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറുണ്ട് അവരിതിൻ്റെ റിപ്പോർട്ട് തരും. കാരണം ഇതിൻ്റെ ഭിത്തി ഇന്നതായിരുന്നു കുഴപ്പം, ഇന്നതുപോലൊക്കെയാണ്, ഇടിഞ്ഞു വീഴാനുള്ള കാരണം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കും. ജില്ലാ കളക്ടർക്ക് പക്ഷേ അത് അറിഞ്ഞൂടല്ലോ. ജില്ലാ കളക്ടർ കൊടുക്കുമ്പോൾ വലിയ റിപ്പോർട്ടായിരിക്കണ്ടേ. അങ്ങനെ ജില്ലാ കളക്ടർ ഈ 7 ദിവസം എന്ന് പറയുന്ന എല്ലാം കഴിഞ്ഞ് കൃത്യം 27 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു. ഈ റിപ്പോർട്ട് നമ്മൾ ഈ സാറിന് ഉള്ളി പൊളിച്ച പോലെ ഒന്ന് പറയത്തില്ലേ, അതാണ് അതിനകത്ത്. ഉള്ളി പൊളിക്കുമ്പോൾ ഒന്നും കാണത്തില്ല, അതാണ് റിപ്പോർട്ട്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? റിപ്പോർട്ട് അതിൻ്റെ ഉള്ളടക്കം വെളിവായപ്പോഴാണ് അതിലെ തമാശ വന്നേക്കുന്ന കാര്യം. ആർക്കും വേറെ കുഴപ്പമൊന്നും, ആരുടെയും ഭാഗത്തൊന്നും ഒന്നുമില്ല. ഈ കെട്ടിടത്തിന് ബലക്ഷയമില്ല. പിന്നെ കെട്ടിടം എങ്ങനെ ഇടിഞ്ഞു വീണേ? പണ്ട് പെരിനാടിലെ ട്രെയിൻ ദുരന്തം ഉണ്ടായപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു ടൊർണാഡോ, അതായത് അവിടെ അവന്മാരുണ്ടല്ലോ ട്രാക്ക് ഇളക്കി പണി ചെയ്തിട്ട് അവിടെ ഇരുന്ന് ചാപ്പാടും കഴിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നേരമാണ് ഈ ട്രെയിൻ വരുന്നത്. ട്രാക്ക് ഇളക്കിയിട്ടേക്കാണ്. അങ്ങനെ മറിയാനിടയായ ട്രെയിൻ
എത്ര പേരെ ജീവനാ പൊലിഞ്ഞ അതിനകത്ത്. എന്നിട്ട് അതിനെക്കുറിച്ച് ഇതുപോലെ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നു കേട്ടോ. എന്തുവരുന്ന അന്വേഷണ റിപ്പോർട്ടിനകത്തെന്നറിയോ, ടൊർണാഡോ ഇങ്ങോട്ട് വന്നു. അവിടെ അതുവരെ ടൊർണാഡോ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ വന്നിട്ടില്ല, ആദ്യമായിട്ട് ആളുകൾ കേൾക്കുന്നതാണ്. അന്ന് സത്യത്തിൽ ഞാനും ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ടൊർണാഡോ ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് വന്ന് പെട്ടെന്ന് ഇതിനെ ചുഴറ്റി ട്രെയിനിനെ എടുത്ത് അങ്ങ് താഴെ ഇട്ടു. ഈ ഗോവിന്ദച്ചാമിക്ക് പിന്നെ ഈ ടൊർണാഡോ വന്ന് പൊക്കിയെടുത്തവന് മേളിൽ നിന്ന് താഴെ ഇട്ടാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ഈ ആമന മുറിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയ എങ്ങനെയാണെന്നുള്ളതും അത് ടൊർണാഡോ എന്നൊന്നും പറയാൻ ഒക്കത്തില്ല. അത് അസാമാന്യ ശക്തി ഉള്ളതുകൊണ്ട് അവനെ ഇങ്ങനെ കൈവച്ച് തന്നെ ഇത് കമ്പി കണ്ടിച്ച് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞ പോലെ. ഇപ്പം ഇത് ഇവിടെ ഈ കെട്ടിടത്തിന് ബലക്ഷയൊന്നുമില്ല. ഈ കെട്ടിടം പിന്നെ വീണത് എങ്ങനെ, അത് മനസ്സിലാക്കണം. എങ്ങനെ വീണത്? ഇനി അന്ന് മന്ത്രി വാസവൻ ചോദിച്ചല്ലോ, അതായത് വീണ ജോർജിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു, ഇത് മന്ത്രി ഉന്തിയിട്ടതാണെന്നു എന്ന് ചോദിച്ച പോലെ. ഇത് മന്ത്രിമാരല്ല, ഈ ബിന്ദു ഇല്ലേ, അസാമാന്യ കഴിവുള്ളവരാണ് അവർ ബാത്റൂമിൽ പോയപ്പോൾ അവിടുന്ന് ഉന്തിയതാണ് ഈ കെട്ടിടം, അങ്ങനെ ഉന്തിയിട്ടതാണ്. അതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. നാണമില്ലേ ഇതിനൊക്കെ ഇതുപോലുള്ള റിപ്പോർട്ടും കൊടുക്കാൻ? ഒരു ജില്ലാ കളക്ടറാണ് പോലും. ഞാൻ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും ഇതിന് കൊള്ളത്തില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധാരണ ഒരു മേസനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് റിപ്പോർട്ട് കൈ കിട്ടും, നല്ല റിപ്പോർട്ട്. അല്ലെങ്കിൽ കൊള്ളാവുന്ന എൻജിനീയേഴ്സ് ഒരുപാട് പേരില്ലേ, ആരെടുത്തെങ്കിലും ഒരു പ്രൈവറ്റ് എൻജിനീയർ അടുത്ത്, ഒരു സിവിൽ എൻജിനീയർ അടുത്ത് ഇതെന്താണ് ഇടിഞ്ഞു വീഴാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിന് റിപ്പോർട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കി പഠിച്ച് ചിലപ്പോൾ അത് 1 ദിവസം എടുത്തെന്നിരിക്കും, അല്ലേ 2, അതിൽ കൂടുതൽ എടുക്കത്തില്ല. 7 ദിവസമൊന്നും അതിന് ആവശ്യമില്ല ഇതിന്, ഈ റിപ്പോർട്ടിന് കെട്ടിടം ഇടിഞ്ഞു വീണതിൻ്റെ കാര്യം പറയാൻ. അപ്പോൾ അത് കെട്ടിടം ഇടിഞ്ഞു വീഴാൻ ഉള്ള അത്രയും പഴക്കമുള്ള കെട്ടിടം, അതുപോലെ അതിനകത്ത് അത്രയും ബലക്ഷയമുള്ള കെട്ടിടം. എല്ലാവരും പറഞ്ഞു ഇത് മാറണം, പക്ഷേ മാറത്തില്ല. ഇപ്പോൾ ആ കെട്ടിടത്തിൽ നിന്നെല്ലാം ആളുകളെ മാറ്റി പുതിയൊരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് അവിടെ ഇന്നത് സജ്ജീകരിച്ചില്ല, മറ്റേത് സജ്ജീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായങ്ങളും ഒക്കെ അങ്ങ് പറഞ്ഞ് റെഡിയാക്കിയിട്ട് ഇപ്പോൾ എന്തായാലും ഇപ്പം മാറിയല്ലോ അതിനകത്തുനിന്ന് എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇത് ഇങ്ങനെ റിപ്പോർട്ട് വന്നു. ചിരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇത് പറഞ്ഞു പോയതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. പറഞ്ഞതിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം.